കൃഷ്ണ ഗുരുവായൂരപ്പ. അങ്ങനെ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയായിട്ട് ടി എം നാരായണൻ നമ്പൂതിരിയാണ് പുതിയ മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായിട്ടാണ് പാലക്കാട് ചെർപ്പളശ്ശേരി തെക്കുപറമ്പത്ത് മന ശ്രീനിലയത്തിൽ ടി എം നാരായണൻ നമ്പൂതിരിയാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. 49 അപേക്ഷകരിൽ 56 അപേക്ഷകരായിരുന്നു. അതിന് 7 തള്ളി ബാക്കി 49 അപേക്ഷകരിൽ നിന്നും കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 35 പേരുടെ പേരുകൾ നറുക്കെടുത്തതിൻ്റെ നിന്നാണ് ടി എം നാരായണൻ നമ്പൂതിരിക്ക് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് നിയോഗം ലഭിച്ചത്. നിലവിലെ മേൽശാന്തി മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരിപ്പാടാണ് നറുക്കെടുത്തത്. ആദ്യ നറുക്കിൽ തന്നെ മേൽശാന്തി നിയോഗം ലഭിച്ചു. പുതിയ മേൽശാന്തി മാർച്ച് 31 രാത്രി സ്ഥാനമേൽക്കും. അതിനു മുൻപ് 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങൾ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ശ്രീ C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരൊക്കെ മാധ്യമ പ്രതിനിധികളും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു. ടി എൻ നാരായണൻ നമ്പൂതിരി പാലക്കാട് ഇല്ലിക്കോട്ട് കുറിശി ശിവക്ഷേത്രത്തിലെ നിലവിലെ മേൽശാന്തിയാണ്. മേൽശാന്തിയുടെ തിരഞ്ഞെടുപ്പ് തന്നെ പ്രത്യേകതകളാണ്. ആദ്യത്തെ അഭിമുഖം അത് കഴിഞ്ഞ് നമ്മുടെ മണിമണ്ഡപത്തിൽ വെച്ചിട്ടാണ്, വെള്ളിക്കുടത്തിലാണ് ഇത്രയും പേരുടെ, അതായത് ഇന്ന് സെലക്റ്റാക്കിയ ആളുകളുടെയൊക്കെ നമ്പർ പേരെഴുതിയിട്ട് വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം മേൽശാന്തി ഉച്ചപൂജ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഉള്ള മൂത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരിപ്പാട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തു നിന്ന് ആ പൂജ ഒക്കെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ബാക്കി ഭക്തരും അതുപോലെ ദേവസ്വം ഓഫീസർമാരും തന്ത്രിയും ഒക്കെ ഉള്ള ആ ഒരു സുപ്രധാന സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയായിട്ട് ഉള്ള ആളേനെ തിരഞ്ഞെടുക്കുക. ആ വെള്ളിക്കുടത്തു നിന്നാണ്, മണിമണ്ഡപത്തു നിന്നാണ് തിരഞ്ഞെടുക്കുക. ഒരു നറുക്കെടുക്കുന്ന ആ നറുക്കിൽ പെട്ട ആളെയാണ് വിളിച്ച് അടുത്തതായിട്ടുള്ള ആ മേൽശാന്തിയായിട്ട്, അതായത് ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്ന 6 മാസത്തെ ആ മേൽശാന്തി എന്ന് പറഞ്ഞാൽ പുറപ്പെടാശാന്തിയാണ്. ആ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകവും അതേപോലെ തൊട്ട് അടുത്തുള്ള ചുറ്റമ്പലത്തിലാണ് മേൽശാന്തിയുടെ വാസസ്ഥലം. അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള യാതൊരു മാർഗവും ഇല്ല എന്നർത്ഥം. അതായത് ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ മറ്റ്, അതായത് മേൽശാന്തിയുടെ ഇല്ലക്കാരെയോ അല്ലെങ്കിൽ മറ്റൊരാളെ കാണാനൊന്നും പുറത്തേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല. എന്നും ഗുരുവായൂരപ്പൻ ഈ 6 മാസവും ഗുരുവായൂരപ്പൻ്റെ സന്തത സഹചാരിയായിട്ട് ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുക, കണ്ണെഴുതുക, എന്താ പറയുക, പൊട്ട് തൊടിയിക്കുക, അതുപോലെ എല്ലാ കാര്യങ്ങളും കളഭാലങ്കാരമൊക്കെ നടത്തിയിട്ട് ഈ 6 മാസത്തെ, ഇനി വരുന്ന 6 മാസത്തെ ചുമതല വഹിക്കുന്നത് ആണ് ഈ നാരായണൻ നമ്പൂതിരിക്കാണ് ആ ഭാഗ്യം. ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ തന്നെ പറയാം. വൈകുണ്ഠ ലോകത്ത് പൂജിച്ചിരുന്ന വിഗ്രഹം, ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം, കൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹം, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ഗുരുവായൂരപ്പനെ പൂജിക്കാൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പൂർവ്വ പുണ്യ ജന്മസുകൃതമാണ്. അപ്പോൾ ഇനി ഏപ്രിൽ 1 മുതൽ, അതായത് മാർച്ച് 31 രാത്രി അത്താഴപൂജ, അതിനുശേഷമുള്ള ആ ചടങ്ങുകളൊക്കെ ഏപ്രിൽ 1 മുതലാണ് 6 മാസത്തേക്ക് മേൽശാന്തിയായിട്ടുള്ള നിയമനം. അപ്പോൾ ഇനി നമുക്കൊക്കെ ആ മേൽശാന്തിയെ കാണാം. ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള പുതിയ മേൽശാന്തിയെ നമുക്ക് കാണാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.